അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഒരു മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട് വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ ഉണ്ട്. ഇപ്പോൾ ഇതുവരെ മഴ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴ ഉണ്ട്. കുറച്ച് നേരം ഒന്ന് കാത്തു നിന്ന് നോക്കട്ടെ കുറയോ എന്നുള്ളത്. എന്നിട്ട് വീട്ടിലേക്കൊന്ന് പോവാണ് കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഇത് എല്ലാവരും ഒരുങ്ങി വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. പറ്റുവാ അപ്പുറത്ത് നിന്ന് പൊന്നും മിന്നും ദുബായിക്ക് എന്നിട്ട് പറയുന്നത്. അപ്പോൾ കൊണ്ടുപോകാത്തിനുള്ള അസൂയ. അപ്പോൾ എന്തായാലും ബൈക്കുമ്പോൾ എല്ലാവരും കൂടി കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു വരണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയൊക്കെ ഞാൻ അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ കാണിച്ചതാ. ഞാൻ മാത്രമേക്ക് ഇതാ പുതിയതിട്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയാണ്. മഴ കുറയുന്ന ഒരു ലക്ഷണവും ഇല്ല. കോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോവാട്ടോ. തത്ത് ഇറച്ച് പോകണം. അങ്ങനെ പിന്നെ മഴ തീരെ നിൽക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് ഇനിയും കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം നേരം വൈകും. അങ്ങനെ മഴയത്ത് തണുത്ത് പറിച്ച് ഞങ്ങൾ ഏതായാലും വീട്ടിലെത്തിക്കണേ. വീട്ടിലേക്ക് ഈ സമയത്ത് വന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ചെറിയ അനിയന് സൗദിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ 12 മണിക്ക് അവന് ഇറങ്ങും. അപ്പോൾ തലേ ദിവസം ഞാൻ പോയി വന്നതാണ്. ഇന്ന് വരണില്ല എന്നൊക്കെ വിചാരിച്ചതേനി. പിന്നെ ഫൈസലാക്ക് ഇന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ലീവായപ്പോൾ പിന്നെ ഫൈസലാക്ക് പറഞ്ഞു എന്തായാലും ലീവല്ലേ നമ്മൾ പോയി വരിക എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാൻ എന്നെക്കാട്ടും ഇഷ്ടം ഫൈസലാക്കാണ് കേട്ടോ. ഇവിടെ ഇമ്മ മൂത്തമ്മ വലിയമ്മ പിന്നെ നാത്തൂമാരും മക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ. അങ്ങനെ എന്താ ഇവനക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഈ ടേബിൾ മേൽ നിരത്തി വെച്ചിൻ്റെത്. പിന്നെ എന്താ ഫൈസലാക്ക് പെട്ടി. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകണുള്ളൂ. എന്താണ് എല്ലാ പ്രാവശ്യം ഇതിനെക്കാട്ടി കൊണ്ടുപോകലുണ്ട് കേട്ടോ. ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കലൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഒക്കെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ പാക്ക് ചെയ്ത് ആദ്യം ഇവർ വെച്ചിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെക്കണം. അപ്പോൾ ആദ്യം മെഷീനൊക്കെ താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെട്ടി വെച്ചിട്ട് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ 2 ആങ്ങളാർ, വലിയ ആങ്ങളെയും 3ാമത്തെ ആങ്ങളെയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഈ പാക്ക് ചെയ്യണത്. പിന്നെ ഓരോ ഫ്രണ്ട്സിനും കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്ന് വെക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ പെട്ടി ഇങ്ങനെ പാക്ക് ചെയ്ത് നമുക്കിങ്ങനെ കൊടുത്തയക്കുമ്പം നല്ല സന്തോഷമല്ലേ. ഒരു ഇതിനും വേണ്ടി അവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ഒന്നാമത് അധികം ഇതിലുള്ളത് ലഡു, ജിലേബി, അതുപോലെ ബീഫ്, അച്ചാറുകൾ, അതുപോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാട്ടോ. ചക്ക ഉണ്ട്, മെയിനായിട്ട് ചക്ക, അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ കിട്ടാതെ ഓർക്കിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അവിടുന്ന് ഓര് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയല്ലേ. ഓര് കൊണ്ടുവരുന്ന പെട്ടിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള നമ്മൾ ആലോചിക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു ഇതിലേക്കാരട്ടോ ഓരും നിൽക്കുക. അപ്പം ചെറിയ ആങ്ങളെ പോണത് ഇവരെടുത്തേക്കാണ് കേട്ടോ. 2 ആളും മദീനത്താണ്. അപ്പോൾ ഇവന് പോണതും ഓരോരുത്തേക്കാണ്. അങ്ങനെ എന്താ ഞങ്ങൾ ആദ്യം പോകില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവനക്കിടയിൽ മൊബൈലിൻ്റെ സാധനങ്ങളും കുറച്ച് കൊണ്ടുപോകാണ്ടേനിട്ട് അങ്ങനെ മൊത്തത്തിലൊക്കെ ഇവിടെ പാക്ക് ചെയ്ത്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീട്ടിൽ എല്ലാവരും കൂടി കൂടുതൽ. പിന്നെ 2ാമത്തെ അനിയത്ത് വന്നിട്ടില്ല കേട്ടോ. ഓക്ക് കുട്ടികൾക്ക് സുഖമില്ലാഞ്ഞിട്ട് ഓൾ എത്തിയിട്ടില്ല. ഓൾ ഇതിൻ്റെ തലേ ദിവസം വരെ കുറച്ച് ദിവസം നിന്നുകാണ്ട് പോയതാണ്. അപ്പോൾ അന്ന് ഓക്ക് വരാൻ പറ്റിയിട്ടില്ല ഇനി. അപ്പോൾ ഇതാ ഇവിടെ മക്കളും എല്ലാവരും കൂടി ഒക്കെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ചാർപ്പൊടിയും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ കേക്ക് ഉണ്ടാക്കിയിനി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കൊടുക്കണേ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് പൊളിച്ചെടുത്തിന് കേട്ടോ. കാരണം വെയിറ്റ് കൂടിയിട്ട് ഒരു പാകം വെയിറ്റിനല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തിന്. പിന്നെ അടുത്ത മാസം എന്തായാലും വലിയ ആങ്ങളെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓനക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങോട്ട് എടുത്തിന് കേട്ടോ. വെയിറ്റ് നല്ല കൂടിയിട്ടുണ്ട് ഇനി. അപ്പം ഉണ്ടാക്കി വെച്ച കേക്ക്, അപ്പങ്ങൾ, സംഭവങ്ങളൊക്കെ നമ്മളിങ്ങോട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, പൊന്നൂനും മിന്നൂനും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓര് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ബൈക്കുമ്മേൽ മാക്സിമം 2-3 ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് വന്നിട്ടുണ്ട് അതിൻ്റെത്. അപ്പോൾ ഓർക്ക് കുറച്ച് എഴുതാണ്ടെന്ന് പറഞ്ഞു. എഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാക്കാൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ എന്തായാലും ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റൂല. പിന്നെ നമ്മളെ സ്ഥലം അത്ര സേഫ് ഒന്നുമല്ല കേട്ടോ. രാത്രിയായാലും തട്ടലും മുട്ടലും ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ അത്ര സേഫ് ഒന്നുമല്ല. നമുക്കും സമാധാനം ഉണ്ടാവില്ല കുട്ടികൾ അവിടെ ഒറ്റയ്ക്ക് നിർത്തി പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എഴുതലൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കണേ.
അപ്പോൾ ആ ഒരു ഇതിലായിട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരുവിധം ഐറ്റംസൊക്കെ ഞങ്ങൾ പാക്കാക്കി. ഇത് പാക്ക് ചെയ്യുമ്പോൾ നല്ലൊരു രസമായിട്ട് കുറേയൊക്കെ പൊട്ടിച്ച് തിന്നുന്നുണ്ട്, കുറേയൊക്കെ പാക്കാക്കുകയും ചെയ്തേക്കണേ. പിന്നെ ഇതൊന്നും എനിക്ക് തിന്നാൻ പറ്റണില്ല കേട്ടോ, എനിക്ക് പല്ലിന് ഇപ്പോഴും റെഡി ആയിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ ആ പാക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് തിന്നിട്ട് ഇതാണ് പോണ ആങ്ങള ഇപ്പുറത്തിരിക്കണത്. അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിനി. അപ്പം എല്ലാവരും കൂടി ചോറ് തിന്നാൻ വേണ്ടി. അപ്പം ഇവന് പോകുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇവന് പോണത്. അപ്പോൾ എനിക്ക് വലിയ പൊറുതിയേടൊന്നുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കെല്ലാം ഇങ്ങോട്ട് വരലുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര പൊറുതിയേടാണ് കേട്ടോ പോകുമ്പോൾ. എന്താണ് പിന്നെ ഇവന് ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരും കാസർഗോഡും അങ്ങനെയൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ട് വലിയൊരു ഇതില്ല. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചോറ് തിന്നാണ്. ഇതിൽ കുറച്ച് ആൾക്കാരൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ, നാത്തുമാരൊന്നും അവിടെ നിൽക്കുന്നവരൊന്നും ഇരുന്നിട്ടില്ല. ഓർക്ക് ജിമ്മിന് പോണതുകൊണ്ട് ഓർക്ക് രാത്രി ചോറ് തിന്നാൻ പറ്റില്ല എന്നൊക്കെയാണ് ഓര് പറയണത്. അപ്പം ഞങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് ചോറ് തിന്നണ. അപ്പം എൻ്റെ അടുത്ത് നിൽക്കണ കേട്ടോ പോണ ഗൾഫിക്ക് പോണ അനിയന്. അപ്പോൾ ചെറിയ അനിയനാട്ടോ ഇത്. ഇനിയിപ്പോൾ ഇവൻ തന്നെ ഉള്ളൂ കല്യാണം കഴിക്കാനുള്ളത്, ബാക്കിയുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പെട്ടിയൊക്കെ അവിടെ പാക്ക് ചെയ്ത് പിന്നെ രാത്രി 12 മണി ആയപ്പം ഇതാ ഇറങ്ങാനുള്ള അതിലാട്ടാ. അപ്പോൾ പിന്നെ വെള്ളിയമ്മ നല്ല കരഞ്ഞിട്ടുണ്ടേനി. ഇമ്മയും അനിയത്തിയും മൂത്തമ്മയും ഒപ്പം പോകണ്ടിട്ട്. പിന്നെ വേറെ ആരും പോവാനില്ല, രണ്ടാമത്തെ ആങ്ങളയുണ്ട് പോവാൻ വേണ്ടിയിട്ട്. വെള്ളിയമ്മ നല്ല കരച്ചിൽ കഴിഞ്ഞിട്ട്. പിന്നെ ഒരാൾ കരഞ്ഞാൽ പിന്നെ പറയണ്ടല്ല, ബാക്കിയുള്ളവരൊക്കെ കരുവില്ല. പക്ഷെ ഇവന് നല്ല കൂളായിട്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും പുറത്തേക്ക് അവനെ കാട്ടിയിട്ടൊന്നുമില്ല, നല്ല കൂളായിട്ട് തന്നെയാണ് ഇവന്. വല്യമ്മ നല്ല കരച്ചിലേനി, എനിക്കിനി കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ കണ്ടിട്ട് വല്യമാൻ്റെ സങ്കടവും ബേജാറൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് അത്രയും നേരം ഒന്ന് ഉറക്കം വെച്ചിട്ട് പോവാൻ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇതിൽ കഴിയൂല. അപ്പോൾ പിന്നെ ഇവന് എന്താണ് ഇറങ്ങിയിരിക്കണേ. പിന്നെ ഇപ്രാവശ്യം ഫ്രണ്ട്സും ആരും ഇല്ല കേട്ടോ, സാധാരണ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇവർ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോണത്, ചെറിയ അനിത്യം. അങ്ങനെ പിന്നെ ഓരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഓരോ പിന്നാലായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട ഫനുമോനൊക്കെ നല്ല ഉറക്കേനി. ഈ സമയത്ത് മഴ ഇല്ലാത്തത് നല്ല ഭാഗ്യം കേട്ടോ. മഴ ഒരു തുള്ളി മഴ പോലും ഇല്ലേനി, പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടേനി, തണുത്ത് വിറങ്ങലിച്ചിന് കേട്ടോ. ആ കാറ്റും ഇങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ലേനി, തണുത്തിട്ടും അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ റോഡിലൊന്നും അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു 12:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കണം കേട്ടോ. 12 മണി 12:05 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തണുപ്പ് മാത്രം സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മഴ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിന് കേട്ടോ, തണുത്ത് വരച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിട്ടത്. അപ്പോൾ വരുമ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് കഴിച്ചിലായി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഉറങ്ങുന്ന സമയം തന്നെ ആയിട്ടുള്ളൂ, ഒരു 12 മണിക്കൊക്കെ കേട്ടോ സാധാരണ നമ്മൾ കിടന്നുറങ്ങുക. പിന്നെ ഒരു 12:30 ആയിക്കണ വീട്ടിലെത്തിയപ്പം അത്ര നേരമൊന്നും വൈകിട്ടൊന്നുമില്ല. പിന്നെ ഫനുവിനും മോനുവിനോട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫനു പാളയൊക്കെ കേട്ടോ, ജനാലിൻ്റെ ഉള്ളിൽ കൂടി കള്ളന്മാരാരെങ്കിലും കയറി കുടിക്കണ വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വേഗം കിടന്നിട്ടുണ്ടായിനി. പിന്നെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പിറ്റേന്ന് രാവിലെ ഇതാ വെളിച്ചൊക്കെ വെച്ച് വന്നിട്ട് മഴ ഉണ്ടായിന് കേട്ടോ, നല്ല മഴ ഉണ്ടായിനി പുറത്ത്. പിന്നെ ഇനിയിപ്പോൾ ഫനുവിനെ മദ്രസക്ക് പറഞ്ഞയക്കണം. അപ്പം ഞാൻ അടുക്കളയിൽ കയറിങ്ങനെ ചായക്ക് വെള്ളം വെക്കണം. ഉറക്കിൻ്റെ ഒരു മന്ദപ്പുണ്ടായിനി. പക്ഷേ പിന്നെ അതിന് ശേഷം നല്ല ഉറങ്ങിയൊക്കെ ചെയ്തിരിക്കണം. പിന്നെ ആ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ ക്ഷീണം തോന്നുന്നുണ്ട്, തലവേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു, ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടണം. പിന്നെ ഫനു മദ്രസക്ക് പോയിട്ടില്ല കേട്ടോ. ഓൻ എത്ര വിളിച്ചിട്ട് മോൻ നീച്ചണില്ല, ഭയങ്കര തലവേദന എന്ന് പറഞ്ഞത്. അപ്പം ഇന്നലത്തെ വർക്കിൻ്റെ ക്ഷീണം കൊണ്ട് ഈ കാര്യം ഭയങ്കര തലവേദന. അപ്പം മദ്രസക്ക് പറഞ്ഞയച്ചില്ല കേട്ടോ. കുട്ടി തലവേദന എന്ന് പറഞ്ഞിട്ട് തീരെ നീച്ച് വന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു നല്ലതുപോലെ ഒന്ന് ഉറങ്ങി നീച്ചിൻ്റെ ശേഷം സ്കൂൾക്ക് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഞാനിവിടെ അപ്പോൾ എനിക്കാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ദോശയാണ് കേട്ടോ. അതങ്ങോട്ട് പച്ചരി വെള്ളത്തിലിടും, അരക്കും കലക്കും ചൂടും. ഇതാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കടി. പിന്നെ ചില സമയത്ത് ഇതിനുണ്ട് കേട്ടോ ഒരു ഇത്, ചില സമയത്ത് കിട്ടുന്നില്ല. പൊടി കലക്കുണ്ടാക്കിയാലൊന്നും ചിലപ്പോൾ തീരെ കിട്ടലും നന്നാവലും ഒന്നുമില്ല. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പുറത്തുള്ള വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ ഞാൻ നോക്കുകയാണ് കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. അല്ലെങ്കിലും എനിക്ക് ഈ ജനവാതിലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് പണിയെടുക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസവും സമാധാനമൊക്കെ ഒന്ന് കിട്ടൽ. വേഗം ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ, കാരണം പൊന്നു 7:30 ആകുമ്പോഴത്തേന് പോകും. അപ്പോൾ ഒക്കെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ആക്കണം. അങ്ങനത്തെ പിന്നെ ഇവള് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചോറ് കൊണ്ടേയില്ലോള്. അപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കോളാം എന്നിട്ടോ പറഞ്ഞത്. നമ്മൾ കൂട്ടാൻ ആ സമയത്ത് ആയിട്ടില്ലേനി. പിന്നെ ഓള് പോയതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ചോറും റെഡിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഞാൻ ഒന്ന് പോയി കിടന്നിട്ടുണ്ടായിനി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ മക്കളൊക്കെ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഫാനും മോനും മിന്നും ഇതിൻ്റെ ഇടയിൽ ഓള് പോയിട്ടുണ്ടായിനി.
പിന്നെ ഞാൻ വയസ്സിലാക്കില്ലേ വേറെ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാണ് ഉണ്ടാക്കില്ല. വയസ്സിലാക്കാതെ പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. പിന്നെ ഒരു ഉച്ച ആയപ്പോഴാട്ടോ എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ചോറ് കൊണ്ടുവന്നൊക്കെയാണ് ഞാൻ വയസ്സിലാക്കി ചോറുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉള്ളിക്കൂട്ടാനും മുട്ട പൊരിച്ചതും പപ്പടും ഇതൊക്കെ തന്നെ കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ, മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റും ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾ കമൻറ്റോ കൂടിയാ, അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.